അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ നാട്ടിലേക്ക് എത്തിയിട്ട് കുറേ കാലമായിട്ടുണ്ടായാലും കുറച്ച് പൊടി തട്ടിയെടുക്കാനുള്ള വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിലൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങൾ എത്രയോ വട്ടം വിസിറ്റ് ചെയ്തിട്ടുള്ള ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്, അതായത് ഷോർസു ബസാർ. ഈ കാണുന്ന ഇങ്ങനത്തെ 7 ഡോമുകളുള്ള ഒരു ബസാറാണ് ഷോർസു ബസാർ. ഷോർസു മീൻസ് 4 സ്ട്രീം എന്നൊക്കെയാണ് താജിക് ലാംഗ്വേജിൽ പറയുന്നത്. ഈ ഡോമുകളുടെ ഉള്ളിലല്ലാണ്ട് പുറമേയുള്ള കാഴ്ചകളാണ് ഇപ്പം കാണിക്കുന്നത്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് കാണാനും അതുപോലെ ബാർഗെയിൻ ചെയ്യാനും നമുക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവരുടെ സോവനിയേഴ്സ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലേറ്റ്സ് അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകളാണ് കേട്ടോ. അത്ലസ് എന്നൊക്കെ പറയുന്നത് സിൽക്ക് റോഡിൻ്റെ കാലം തൊട്ടേ ഉള്ളൊരു മാർക്കറ്റാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓൾഡസ്റ്റ് മാർക്കറ്റ് ഇൻ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത്. ഇവിടെ കിട്ടാത്തതൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അത്യാവശ്യത്തിന് ടൂറിസ്റ്റുകാർ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവർ നന്നായിട്ട് വില കൂട്ടി പറയും. അതുകൊണ്ട് നല്ലോണം ബാർഗെയിൻ ചെയ്തിട്ട് തന്നെ ഇവിടുത്തെ വാങ്ങിക്കണം കേട്ടോ. ഇതിവിടുത്തെ പലതരം സ്പൈസുകൾ, നമ്മളെ കൊത്തമല്ലിയാണ് ആദ്യം കണ്ടത് കേട്ടോ. പിന്നെ നല്ല ചായപ്പൊടികളുടെ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഷോർസു ബസാറിൻ്റെ മെയിൻ ഡോമിൽ തന്നെ ഇഷ്ടംപോലെ എൻട്രൻസുകൾ ഉണ്ട്. നമ്മൾ അത്യാവശ്യം കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടും നീറ്റായിട്ടും ആണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെല്ലാം. ഇത് പലതരം ചായകളും സ്പൈസസുകളും കേട്ടോ ഉള്ളത്. ഇവിടെ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഈ ഒരു മാർക്കറ്റ് ഫുള്ള് കണ്ടിട്ടില്ല. ഓരോ തവണ വരുമ്പോഴും ഓരോ ഭാഗം എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് പറ്റാറുള്ളൂ. ഇത് ചായയുടെ സെക്ഷൻ. പലതരം തേയിലകൾ, അതായത് നമുക്ക് തേയില എന്ന് പറയുമ്പോഴെന്താ നമ്മളെ ചായയുടെ ഇല, പക്ഷെ അതല്ല, പലതരം ഉണ്ട്. പിന്നെ സ്പൈസസിൻ്റെ കാര്യം പറയണ്ട, നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ സ്പൈസസുകൾ ഇതിലുണ്ട്. അതിൽ ചിലതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല രസമാണ് കേട്ടോ. ഒക്കെ ചിലത് പരീക്ഷിക്കാൻ പറ്റാവുന്ന ടേസ്റ്റുള്ളതൊക്കെ ഉണ്ട്. പിന്നീട് നമുക്ക് പല 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 സെക്ഷൻസുകളിലോട്ട് നമുക്ക് പോയി കാണാം. ഒരു നിമിഷം ഞാൻ ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടത്, ഇതൊരു സ്റ്റേഡിയം ഒന്നുമല്ല, ഇതൊരു മാർക്കറ്റാണ് കേട്ടോ. അതായത് സെൻട്രൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് എന്ന് തന്നെ ഇവിടെ പറയാം. പണ്ട് കാലം തൊട്ടേ ഉള്ളതിനെ ഒന്നുകൂടി വിപുലീകരിച്ച് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് സ്പൈസസ് അവർ പാക്ക് ചെയ്തിരിക്കുക കേട്ടോ. എല്ലാ സ്പൈസസ് കൊണ്ടും നമുക്ക് അറിയുന്നതും അറിയാത്തതും. ഇത് പിന്നെ ചായപ്പൊടികളുടെ ഒരു മേളമാണ്. ഈ ഒരു കളർഫുൾ ലുക്ക് കണ്ടിട്ട് ഞങ്ങൾ വാങ്ങിച്ചു, ഉണ്ടാക്കി നോക്കി. പക്ഷേ നമുക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമായില്ല. ഇതാ സ്പൈസസ് അഗെയിൻ. പിക്കിൾഡ് വെജീസാണ് ഇവിടെ. പിക്കിൾഡ് നന്നായിട്ട് കഴിക്കാറുണ്ട്. അത് തക്കാളി, കുക്കുംബർ, ക്യാരറ്റ്, ഓറഞ്ച്, യെല്ലോ ക്യാരറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് അവർ പിക്കിൾഡാക്കും. ഇത് ഡയറിയുടെ ഏരിയ. ആ കാണുന്നത് പാലാണ്. പാലിൻ്റെയും ചീസിൻ്റെയും പലതരം വെറൈറ്റീസ് അവരവിടെ കളക്ട് ചെയ്ത് വെക്കും. അതുപോലെ ബട്ടർ ഉണ്ട്. ഇതെല്ലാം പുളിയുള്ളതും പുളി ഇല്ലാത്തതുമായ ക്രീം ചീസിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ലൂസാണ്. നമുക്ക് വാങ്ങിക്കുമ്പോൾ കാശും കുറവാണ്. ഇത് സോസേജസ്, ഹോം മെയ്ഡ് സോസേജസ് പോലെയാണ് ഉള്ളത് കേട്ടോ. ഇത് ഷോർസു ബസാറിൻ്റെ ഒരു 2% ഭാഗം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വ്യൂ ആണ് കേട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ മൊത്തം നട്ട്സാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ബസാർ ഇവിടെ ഉണ്ടെന്ന് മാത്രം കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തതാണ്. ഉസ്ബെക്കിസ്ഥാനിൽ വരുമ്പോൾ ഇത് എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ കൾച്ചർ ആൻഡ് ട്രഡീഷൻ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും, ബൈ ബൈ.